എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ അമേരിക്കയിലെ എക്കണോമിക് ഡാറ്റകൾ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ, അമേരിക്കയിലത്തെ Q2 റിസൾട്ടുകൾ, ഈ ഇവൻറ്റുകളാണ് കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ അമേരിക്കൻ മാർക്കറ്റിലാണ് കാര്യമായിട്ടുള്ളൊരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ വെള്ളിയാഴ്ച പുറത്ത് വന്നിരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ, ജോബ് ഡാറ്റ, ഈ ഡാറ്റകളെല്ലാം തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റിന് നൽകിയിട്ടുള്ളത്. ഒപ്പം US ഫെഡിൻ്റെ ഗവർണർ രാജിവെച്ചിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ട്രംപ് US ഫെഡിൻ്റെ ചെയർമാൻ ജെറോം പവലിനെ പുകച്ച് ചാടിക്കാനുള്ള എല്ലാ പണികളും നടത്തും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കൂടി അമേരിക്കൻ മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടിരുന്നു. US ഡോളർ 6 മാസത്തെ ഗ്യാപ്പിന് ശേഷം ജൂലൈ മാസത്ത് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ട്രംപ് ജെറോം പവലിനെ പുകച്ച് ചാടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്ന US ഡോളറിനാണ്. അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം അമേരിക്കയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്ത് വന്നിട്ടുള്ള ഡാറ്റകൾ വെച്ച് നോക്കുകയാണെങ്കിൽ US ഫെഡ് ഒരു പക്ഷേ സെപ്റ്റംബറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തേക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടിയുണ്ട്. ഈ വർഷം 2 ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് വെള്ളിയാഴ്ച ഗോൾഡ് പ്രൈസ് അറൗണ്ട് $73 പെർ ഔൺസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. $3363.5 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ഗോൾഡ് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പല ന്യൂസ് ഫ്ലോസും വരാനുള്ള സാധ്യതകളുണ്ട് ഗോൾഡിൻ്റെ കാര്യത്തിൽ. നമ്മൾ US ഡോളറിൻ്റെ പെർഫോമൻസ് ഓഗസ്റ്റ് വരെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 6 മാസം, അതായത് ജൂൺ വരെ US ഡോളർ മറ്റ് കറൻസികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. ജൂലൈയിലാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. ജൂൺ വരെ ഗോൾഡും അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. ജൂലൈയിൽ ഗോൾഡ് സ്വല്പം താഴെ പോയി, പക്ഷേ വെള്ളിയാഴ്ച വീണ്ടും റിക്കവർ ചെയ്തിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഗോൾഡ് പ്രൈസ് US ഡോളർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗോൾഡ് പ്രൈസ് താഴെ വരാറാണ് പതിവ്. US ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഗോൾഡ് മുന്നേറാറ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വീണ്ടും വരികയാണ്. US ഡോളർ ഒരു പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ പുറത്ത് വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ Q2 റിസൾട്ടുകളെല്ലാം തന്നെ അമേരിക്കയിൽ എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 6 കമ്പനികളുടെ റിസൾട്ടുകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള മേജർ റിസൾട്ടുകൾ മെറ്റാ പ്ലാറ്റ്ഫോം ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ആമസോൺ ഉണ്ട്. ഇതിൽ മെറ്റാ പ്ലാറ്റ്ഫോമും മൈക്രോസോഫ്റ്റാണ് എക്സലൻറ്റ് റിസൾട്ടുകൾ കാഴ്ചവെച്ചത്. ആ റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ കണ്ടിരുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരവസരത്തിൽ $4 ട്രില്യൺ മുകളിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $3.9 ട്രില്യൺ അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറൗണ്ട് $2 ട്രില്യൺ വരെ എത്തിയിരുന്നു. പക്ഷേ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ്. എന്നിരുന്നാലും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ്, മെറ്റാ പ്ലാറ്റ്ഫോം, ഈ സ്റ്റോക്കുകളാണ് അമേരിക്കയിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിളും അതുപോലെ തന്നെ ആമസോണും, ഈ 2 കമ്പനികളും Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. ആപ്പിളിൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതേസമയം ആമസോണിൻ്റെ റിസൾട്ട് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ആമസോണിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് ഈ റിസൾട്ടിന് ശേഷം. അതേസമയം ആപ്പിൾ ഇനീഷ്യലി ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചിരുന്നു. പക്ഷേ വെള്ളിയാഴ്ചയിലത്തെ സെൽ ഓഫിൽ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും നെഗറ്റീവ് ടെറിട്ടറിയിലാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഗ്നിഫിസൻറ്റ്
7 കമ്പനികളിൽ നമുക്കിനി ഈ എൻവിഡിയയുടെ റിസൾട്ട് മാത്രമാണുള്ളത്. അത് ഈ മാസം 27-നാണ്. അപ്പോൾ അതുവരെ കാത്തിരിക്കണം എൻവിഡിയയുടെ പെർഫോമൻസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ നമുക്കറിയാനായിട്ട്. അതേസമയം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ എൻവിഡിയയ്ക്ക് പോസിറ്റീവ് തന്നെയാണ്. ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും പോസിറ്റീവാണ്. പൊതുവേ ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ എൻവിഡിയയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഒരുമാതിരി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും എൻവിഡിയ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എൻവിഡിയ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് ചീപ്പ് സ്റ്റോക്കുകളായ AMD, മൈക്രോൺ, ബ്രോഡ്കോം, അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും $4 ട്രില്യൺ മുകളിലേക്ക് പോയേക്കാം. ഇപ്പോൾ $4 ട്രില്യൺ മുകളിലുള്ള കമ്പനി എൻവിഡിയ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കയിൽ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും റിസൾട്ട് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എല്ലാം. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ Q1 റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. റവന്യൂ പോയിൻ്റ് ഓഫ് വ്യൂലും പ്രോഫിറ്റ് പോയിൻ്റ് ഓഫ് വ്യൂലും നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. വളരെ ചുരുക്കം സെക്ടേഴ്സാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടത്. അത് നോക്കുകയാണെങ്കിൽ FMCG, അതുപോലെ തന്നെ ഓയിൽ റിഫൈനറി കമ്പനികൾ, അതുപോലെ തന്നെ സിമന്റ് സ്റ്റീൽ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതാത് സെക്ടർ സ്റ്റോക്കുകളും ഒരു സ്റ്റേബിൾ പെർഫോമൻസൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഓവറോൾ നമ്മുടെ Q1 പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഈ മാസം 15-ാം തീയതി വരെ സമയമുണ്ട്. 15-ാം തീയതി വരെ വരുന്ന റിസൾട്ടുകളും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ അതിനുശേഷം ഒരു റീ അസസ്മെൻറ്റ് വേണ്ടി വരും നമ്മുടെ Q1 റിസൾട്ടിൻ്റെ ബേസിസിൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ടുകൾ വന്നതിൽ നമ്മൾ എക്സലൻ്റ് റിസൾട്ടുകൾ എന്ന് പറയാവുന്ന റിസൾട്ടുകൾ ഒന്ന് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ലിമിറ്റഡിൻ്റേതാണ്, എക്സലൻ്റ് റിസൾട്ടാണ്. രണ്ടാമത്തെ ശാരദ എനർജി റിസൾട്ട് ആണ്, നല്ല റിസൾട്ടാണ്. ഒപ്പം നാളെ ഗോഡ്ഫ്രേ ഫിലിപ്സിൻ്റെ ബോണസ് കൺഫർമേഷനും ബോണസ് അനൗൺസ്മെൻറ്റ് പ്രപ്പോസൽ വന്നിരുന്നു. 2:1 ആണ് അവർ റേഷ്യോ അനൗൺസ് ചെയ്തിരുന്നത്. ഒരു സ്റ്റോക്കിന് 2 സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഡിസിഷനാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുമാണ് നാളെ വരുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവ് തന്നെയാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ABBയുടെ റിസൾട്ട് വന്നിരുന്നു. റവന്യൂ എബോവ് എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, അതേസമയം പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഫോറക്സ് ഫ്ലക്ച്വേഷനാണ് പ്രോഫിറ്റ് കുറയാനായിട്ട് കാരണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ABBയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം Q1 അല്ലെങ്കിൽ Q2 ABB റോബോട്ടിക് ഡിവിഷൻ ഡീമർജ് ചെയ്യാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് റോബോട്ടിക് ഡിവിഷനിൽ ഷെയർ കിട്ടാനുള്ള സാധ്യതകൾ വരികയാണ്. തീർച്ചയായിട്ടും അത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 5400 ലെവലിലൊക്കെയാണ്. അപ്പോൾ ലോങ് റണ്ണിലേക്ക് പവർ സെക്ടർ രംഗത്തുള്ള അല്ലെങ്കിൽ ഓട്ടോമേഷൻ രംഗത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ABB ലിമിറ്റഡ്. ടാറ്റ മോട്ടോഴ്സിന് 100 EV ബസ്സസിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഡിഫൻസ് രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പല ന്യൂസുകളും സൂചിപ്പിക്കുന്നത് US നിന്ന് ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുള്ള പല ഡിഫൻസ് ഡീലുകളും റിജക്റ്റ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. ആദ്യത്തെ ഡീല് US ഏറ്റവും ഫേമസ് ആയിട്ടുള്ള F-35B എന്ന് പറയുന്ന ഫൈറ്ററുകളാണ്. ഇത് റഡാറിലൊന്നും പെടില്ല എന്നാണ് US അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ത്യൻ റഡാറുകളിൽ നിന്ന് ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ റഡാറുകൾ ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ സ്പോട്ട് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ US നിന്നുള്ള ഓഫർ റിജക്റ്റ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഡീലാണ് സ്ട്രൈക്കർ ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾ. ഹയസ്റ്റ് ടെറൈനിൽ
ഫൈറ്റിങ്ങിന് കേപ്പബിലിറ്റി ഉള്ള വെഹിക്കിൾസാണ്, കോമ്പാറ്റ് വെഹിക്കിൾസാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് ഇന്ത്യൻ മെയ്ഡ് വെഹിക്കിൾസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പുറകിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഡീലും റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഒപ്പം US-ൻ്റെ തന്നെ ജാവലിൻ മിസൈൽ സിസ്റ്റം ഇന്ത്യക്ക് ഓഫർ ഉണ്ട്. ഈ മിസൈൽ സിസ്റ്റം ഇന്ത്യയുടെ മിസൈൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മിസൈൽ സിസ്റ്റമാണ് ഔട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യ ഈ ഡീലും റിജക്റ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് വീണ്ടും ഇന്ത്യക്കെതിരായിട്ട് പല തീരുമാനങ്ങളും അനൗൺസ് ചെയ്യാനുള്ള ഒരു കാരണം കൂടി വരാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ സുപ്രീമസി, ടെക് സുപ്രീമസിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനായിട്ട് റീസെൻ്റ് ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ നമ്മുടെ ഡിഫൻസ് കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഡിഫൻസ് റിലേറ്റഡ് നെഗോഷിയേഷൻസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ ഒരുപക്ഷെ നമ്മൾ Su-57E എന്ന് പറയുന്ന ഫൈറ്ററിന് വേണ്ടി ഒരുപക്ഷെ റഷ്യയുടെ ഓഫർ സ്വീകരിച്ചേക്കുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. റഷ്യ ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്നതും അത്തരത്തിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകൾ അമേരിക്കനെ സംബന്ധിച്ച് നല്ല ന്യൂസുകളൊന്നുമല്ല. അതേസമയം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടെക് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് കേപ്പബിലിറ്റി നമ്മൾ വീണ്ടും പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെ പലതും വന്നുകൊണ്ടിരിക്കും. ആ ന്യൂസ് ലോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നന്നായിരിക്കും. കാരണം നമ്മുടെ ഡിഫൻസ് രംഗത്തുള്ള പല കമ്പനികളുടെ പെർഫോമൻസും അതുപോലെ കേപ്പബിലിറ്റിയൊക്കെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇവൻറ്റുകളിൽ കൂടെ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഡിഫൻസ് രംഗത്ത് നമ്മൾ സ്വന്തമായിട്ട് എയർബസ് C-295 എന്ന് പറയുന്ന മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. 40 എണ്ണം. സ്പെയിനിൽ നിന്നാണ് മുമ്പ് 56 ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾക്കുള്ള ഓർഡർ കൊടുത്തിരുന്നത്. അതിൽ കണ്ടീഷൻ 16 എണ്ണം സ്പെയിനിൽ നിന്ന് നൽകണം, ബാക്കി 40 എണ്ണം ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കും ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടെന്നാണ് ധാരണയായിട്ടുണ്ടായിരുന്നത്. സ്പെയിൻ അത് ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ്. 16 എയർക്രാഫ്റ്റുകളും അവർ ഹെഡ് ഓഫ് ഷെഡ്യൂൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 40 എയർക്രാഫ്റ്റുകൾ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അവരുടെ ഒപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഭാരത് ഡൈനാമിക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഡിഫൻസ് കമ്പനികളൊക്കെയുണ്ട്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ഈ ന്യൂസും വളരെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കാരണം ഡിഫൻസ് രംഗത്ത് നമ്മൾ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ M&M SML Isuzu അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. M&Mനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. ഒരുപക്ഷെ SML Isuzuവിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അടുത്ത വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. M&M അവരുടെ ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസൊക്കെ ഒരുപക്ഷെ SML Isuzuവിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം അമേരിക്ക ത്രട്ടൻ ചെയ്തിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങരുതെന്നുള്ള കാര്യം. ട്രംപ് കഴിഞ്ഞ ആഴ്ചയിൽ അതാണ് ഇൻസിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. റഷ്യ ആയിട്ടുള്ള ഡീലിൽ നിന്ന് യാതൊരു കാരണവശാലും പുറകോട്ട് പോകുന്നതല്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ വാങ്ങുന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചൊക്കെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. വളരെ ടഫായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലികഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു താരിഫ് ഡീലും നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ലോകത്തിൽ നമ്മൾ സോളാർ പവർ പ്രൊഡക്ഷനിൽ 3rd ലാർജസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. 108.5 ഗിഗാവാട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. നമുക്ക് മുന്നിലുള്ളത് 177.7 ഗിഗാവാട്ടായിട്ട് അമേരിക്കയാണ്. ഫസ്റ്റ് നിൽക്കുന്നത് ചൈനയാണ്, 877 ഗിഗാവാട്ടാണ്. അപ്പോൾ ചൈന എവിടെ നിൽക്കുന്നു, അമേരിക്ക എവിടെ നിൽക്കുന്നു? നമ്മൾ മിക്കവാറും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ അമേരിക്ക തന്നെ
ഓവർടേക്ക് ചെയ്തു പോകും. അപ്പോൾ ചൈനയുടെ അടുത്ത് അമേരിക്ക സോളാർ രംഗത്ത് വളരെ വളരെ പിറകിലാണ്. മറ്റു പല കാര്യങ്ങളിലും അമേരിക്ക ചൈനയുടെ അടുത്ത് വളരെ പുറകിലാണ്. അതുകൊണ്ട് തന്നെയാണ് താരിഫ് ഡീൽ വന്നപ്പോൾ ചൈന റെയർ എർത്തൊക്കെ എക്സ്പോർട്ട് ബാൻ ചെയ്തപ്പോൾ അമേരിക്കയെ മുട്ടിടിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനയായിട്ട് വളരെ സൗഹൃദമായിട്ട് വലിയ പ്രശ്നങ്ങളിൽ ഇല്ലാത്ത താരിഫ് ഡീലിന് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് സോളാർ പവർ പ്രൊഡക്ഷൻ രംഗത്ത് വലിയ ഒരു കുതിച്ചാട്ടാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന പ്രൊജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ചൈനയും ഇന്ത്യ ആയിരിക്കും സോളാർ പവർ ജനറേഷൻ രംഗത്ത് മുന്നിട്ട് നിൽക്കാൻ പോകുന്നത്. മറ്റൊരു ന്യൂസ്, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ധാരാളം നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ആർപവർ, റിലയൻസ് ഇൻഫ്ര, അനിൽ അംബാനി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ്. ഫ്രോഡ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അനിൽ അംബാനിക്ക് എഗൻസ്റ്റ് ആയിട്ട്. റിലയൻസ് ഇൻഫ്ര, ആർപവർ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ അതാത് സ്റ്റോക്കുകൾക്കൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിനോടനുബന്ധിച്ച് ഇന്നൊരു അറസ്റ്റും നടന്നിട്ടുണ്ട്. ആസാമിലത്തെ ഒരു കമ്പനി MD ആണ് റിലയൻസ് അനിൽ അംബാനി ഗ്രൂപ്പിന് വേണ്ടി ഫേക്ക് ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വിലയിരുത്തുന്നത്, ധീരുഭായ് അംബാനിയുടെ മക്കളാണ് അനിൽ അംബാനി, മുകേഷ് അംബാനി. ഇത്തരത്തിലുള്ള ഫ്രോഡിന് കൂട്ടുനിൽക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. മറിച്ച് വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രോഡുകൾ മറ്റാരോ ചെയ്തതായിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം നമുക്ക് അന്വേഷണം കഴിഞ്ഞതിന് മാത്രമാണ് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇതുവരെയുള്ള ഒരു അസസ്മെൻറ്റ് എൻ്റെ പേഴ്സണൽ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അനിൽ അംബാനി ഇത്തരത്തിലുള്ള ഫ്രോഡിന് കൂട്ടുനിൽക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് മുകേഷ് അംബാനിയുടെ കാര്യത്തിലുള്ളത്. കാരണം ഇവരുടെയൊക്കെ എത്തിക്സ് ബിസിനസ്സിൽ, ഒരു പക്ഷേ ബിസിനസ്സൊക്കെ താഴെ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഫ്രോഡ് അവരറിഞ്ഞുകൊണ്ട് നടത്താനുള്ള സാധ്യതകൾ കുറവാണ്. സിസ്റ്റം ഫെയിലിയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെയിലിയറൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അവരറിഞ്ഞുകൊണ്ട് ഫ്രോഡ് നടത്തും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. എന്നിരുന്നാലും നമുക്ക് അന്വേഷണം കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും എന്താണ് റിയാലിറ്റി എന്നറിയാനായിട്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരത്തിൽ ആർപവറിലും റിലയൻസ് ഇൻഫ്രയിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കാണാനുള്ള സാധ്യതകളുണ്ട്. ലോങ് റണ്ണിലേക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ലോസ് ഒന്നും താങ്ങാനായിട്ട് കഴിയാത്ത ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതേസമയം ഞാൻ അഡാനി ഇഷ്യൂസ് ഉണ്ടായപ്പോഴൊക്കെ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞ പോലെ റിസ്ക് എടുത്ത് ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ താഴെ വരുമ്പോൾ വീണ്ടും ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ്, നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ താങ്ങാനായിട്ട് കരുത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രം. തീർച്ചയായിട്ടും നമുക്ക് ED CBI എൻക്വയറിയുടെ ഔട്ട്കം വരെ കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷമാണ് എന്താണ് റിയാലിറ്റി എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ന്യൂസ് നിങ്ങളുടെ അറിവിലേക്കായി തന്നതാണ്. കാരണം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് നമ്മുടെ വ്യൂവിൽ യാതൊരു മാറ്റവും ഇല്ല റിലയൻസ് ഇൻഫ്രയുടെ കാര്യത്തിൽ. കാരണം റിലയൻസ് ഇൻഫ്രയുടെ അണ്ടറിലുള്ള ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നാൽ ഇനി അനിൽ അംബാനി എന്തെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ പോലും റിലയൻസ് ഇൻഫ്രയിലോ ആർപവറിലോ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഫർദർ വലിയ രീതിയിൽ വരാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. കാരണം ഈ കമ്പനികളിലൊന്നും തന്നെ അദ്ദേഹം ഇപ്പോൾ ഡയറക്ടറോ അല്ലെങ്കിൽ ചെയർമാനോ മറ്റു രീതിയിലോ ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 കമ്പനികൾ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീയും കൂടിയാണ് ഈ കമ്പനികൾ. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് ലോസ് വരുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ സ്വാഭാവികമാണ്. അത് വീണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നീജർക്ക് റിയാക്ഷനൊക്കെ കാണിച്ച ഒരു ദിവസം, അതിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യാനുണ്ടായിട്ടുള്ളത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട്
ഫിഗർ നോക്കുകയാണെങ്കിൽ $87 ബില്യൺ നമ്മൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ടോട്ടൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ടൂ വേ ട്രാഫിക് നോക്കുകയാണെങ്കിൽ $129 ബില്യൺ. അപ്പോൾ ഈ $87 ബില്യൺ നമ്മൾ അമേരിക്കയിലത്തെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ GDPയുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 2 to 3% വരുന്നുണ്ട്. അപ്പോൾ ഈ $87 ബില്യൺ എക്സ്പോർട്ട് മാറിയാൽ പോലും നമ്മളെ സംബന്ധിച്ചൊരു 0.3 ഇമ്പാക്റ്റാണ് നമ്മുടെ GDPയിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല ഡീലുകളും നമ്മുടെ ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടൊക്കെയുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ്, ജുവല്ലറി ആൻഡ് ഡയമണ്ട്സ്, ഈ സെക്ടറിലൊക്കെ ചെറിയ രീതിയിലുള്ള ഇമ്പാക്റ്റൊക്കെ വന്നേക്കാം. പക്ഷേ ഗവൺമെൻറ് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നൊന്നും മാറില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള താരിഫ് ഡീലിലും ഇന്ത്യ ഏർപ്പെടില്ല എന്ന് വ്യക്തമാക്കി വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മുടെ ഗവൺമെൻറ് പല പ്രാവശ്യമായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. മറിച്ച് എക്സ്പോർട്ട് കൂടുതലുള്ള സെക്ടേഴ്സിൽ ചെറിയ രീതിയിലുള്ള നീജർക്ക് റിയാക്ഷനൊക്കെ ഉണ്ടാക്കിയേക്കാം. അതേസമയം ഈ സെക്ടറിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അമേരിക്കൻ സപ്ലൈ ചെയിനിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ നീഡ്സ് ഏറ്റവും കൂടുതൽ മീറ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള ജനറിക് ഡ്രഗ് ഇമ്പോർട്ടിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കനെ സംബന്ധിച്ച് അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ട്രംപ് ഫർദർ അനൗൺസ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് ചൈന റിലേറ്റഡ് ഇഷ്യൂസിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കാരണം അമേരിക്കയ്ക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യം വരുമ്പോൾ അവർ ബാക്കൗട്ട് ചെയ്യും. ഇത് തന്നെയാണ് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തൊക്കെ ഒരുപക്ഷെ അമേരിക്ക നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രംപിൻ്റെ 25% താരിഫ് ഒന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല. നീജർക്ക് റിയാക്ഷൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഫർദർ വേണമെങ്കിൽ മറ്റ് ഗ്ലോബൽ സിറ്റുവേഷനിൽ ഗ്ലോബൽ മാർക്കറ്റുകൾ താഴെ വരുമ്പോൾ ഒരുപക്ഷെ വീണ്ടും താഴെ പോയേക്കാം. അല്ലാത്ത പക്ഷം കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഈ ആഴ്ച നമുക്ക് 8 SME IPOs ഉണ്ട്, 3 മെയിൻ ബോർഡ് IPOs ഉണ്ട്. 3 മെയിൻ ബോർഡ് IPOസിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു IPO ആണ് ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. ടോൾവേ കളക്ഷൻ, അതുപോലെ തന്നെ EPC പ്രൊജക്റ്റുകൾ, റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളുള്ളൊരു കമ്പനിയാണ്. 5 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പർ പ്രൈസ് ബാൻഡ് 70 രൂപയാണ്. 4-ാം തീയതി ഓപ്പൺ ചെയ്ത് 6-ാം തീയതി അവസാനിക്കുക. നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള IPOs ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽറ്റി ലിമിറ്റഡ്, MNB എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, NSDL ലിമിറ്റഡ്. ഈ 3 IPOസും ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യാണ്. ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിൽ ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽറ്റി ലിമിറ്റഡ് ആയിരിക്കാം ഒരുപക്ഷെ ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം NSDL ആയിരിക്കാം ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. ലോങ് റണ്ണിലെ NSDL ഒരു സേഫ് ബെറ്റാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ലിസ്റ്റിംഗ് വന്നതിന് ശേഷം നമുക്ക് എത്രയാണ് ലിസ്റ്റിംഗ് പ്രൈസ് വരുന്നത്, അതോടൊപ്പം തന്നെ മാർക്കറ്റ് റിയാക്ഷനിൽ താഴെ പോവുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ലിസ്റ്റിംഗ് ആണ് NSDL. ഒപ്പം ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽറ്റി ലിമിറ്റഡും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ലിസ്റ്റിംഗ് ഗെയിനോട് ലിസ്റ്റ് ചെയ്യാൻ ഫർദർ മുന്നേറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ IDBIയുടെ സ്റ്റേക്ക് സെയിൽ നോക്കുകയാണെങ്കിൽ IDBI സ്റ്റേക്ക് സെയിൽ ഈ ധനകാര്യ വർഷം Q3-ലോ Q4-ലോ കംപ്ലീറ്റഡ് ആയേക്കാം. ഫൈനാൻഷ്യൽ ബിഡ്സ് Q3-ൽ ഇൻവൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും LICയും ഗവൺമെൻറ്റാണ് സ്റ്റേക്ക് സെയിൽ ചെയ്യാൻ പോകുന്നത്. IDBIനെ സംബന്ധിച്ച് ഈ സ്റ്റേക്ക് സെയിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരു ജാപ്പനീസ് ബാങ്ക് അല്ലെങ്കിൽ ഫെയർഫാക്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ബിഗ് ബാങ്കുകൾ IDBIനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ടാറ്റ മോട്ടോഴ്സിന് 100 EV ബസ്സസിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. ഒപ്പം നമ്മൾ സ്നീഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എൻറ്റിറ്റിയിൽ തെമാസക്കിന് 35% സ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് പാരന്റ് കമ്പനി തിരിച്ചു വാങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കപ്പാസിറ്റി 3 times ആക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ്. നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു കമ്പനിയാണ് ഈ കമ്പനി. അതോടൊപ്പം തന്നെ
ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇന്ത്യയിൽ ഹ്യൂജ് സ്പെൻഡിങ് ആണ് 2050 വരെ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഹ്യൂജ് സ്പെൻഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയും കൂടിയാണ് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ. പാരന്റ് കമ്പനിയുടെ കപ്പാസിറ്റി 3 ഇരട്ടിയാക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഈ സ്റ്റോക്കിന് നൽകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില സെക്ടറുകളിൽ Q1 റിസൾട്ടുകൾ വന്നിട്ടുള്ളതൊക്കെ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അനിൽ അംബാനി ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകളിൽ മേൽ വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ മറ്റു ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. താരിഫ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ താരിഫ് എഫക്റ്റ് ഒന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് കാര്യമാക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് തീരുമാനങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട കാര്യങ്ങൾ. അല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. എന്നിരുന്നാലും Q1 റിസൾട്ടുകളുടെ ഇമ്പാക്റ്റ്, കാരണം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഫർദറും വന്നേക്കാം. ഒരുപക്ഷെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിഫ്റ്റി പോവുകയാണെങ്കിൽ 24,000 വരെയൊക്കെ താന്നേക്കാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരുപക്ഷെ 24,000 24,300 വരെയൊക്കെയാണ്. പക്ഷേ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ പക്ഷെ ഞാൻ മൺഡേ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്, നെഗറ്റീവ് ഓപ്പണിംഗ് അല്ല. കാരണം അത്തരത്തിൽ ന്യൂസ് ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Q1 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകളുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പല ഇനീഷ്യേറ്റീവ്സും ഗവൺമെൻറ് എടുക്കുന്നുണ്ട് നമ്മുടെ എക്കണോമി താരിഫ് റിലേറ്റഡ് ഇമ്പാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സിൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന സെക്ടർ സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വളരെ പേഷ്യൻസോട് കൂടിയിട്ട് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. നമ്മുടെ എക്കണോമി സ്ട്രോങ് വിക്കറ്റിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പ്രോമിസിങ് ആണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ വളരെ പ്രോമിസിങ് ഇയേഴ്സാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.